1998 ഞാൻ അംഗമായ നിയമസഭയുടെ കാലാവധി 2001 അവസാനിച്ചു. 2001 എന്ന് പറയുമ്പോൾ പുതിയ നൂറ്റാണ്ട് ആരംഭിച്ച സമയമാണ്, ആദ്യ വർഷമാണ്. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ എതിർ സ്ഥാനാർത്ഥിയായി വന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കുറേ കാലം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്ന പ്രൊഫസർ കെ വി തോമസാണ്. കെ വി തോമസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും ഞാൻ LDF സ്ഥാനാർത്ഥിയായും 2001 തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ഏറ്റുമുട്ടി. ഞാൻ പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് ലോക്സഭയിലെ എൻ്റെ പ്രവർത്തനം, ആ കാലത്തിന് ശേഷം 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനുള്ള അവസരം എനിക്ക് കിട്ടി. അതിൽ പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ എൻ്റെ പാർലമെൻ്ററി ജീവിതം അവസാനിപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2016 തൃക്കാക്കര മണ്ഡലത്തിൽ, ഞാൻ മണ്ഡലം ഒന്ന് മാറി നിന്നതാണ്, തൃക്കാക്കര മണ്ഡലത്തിൽ PT തോമസുമായി ഏറ്റുമുട്ടിയ മത്സരമാണ്. തൃക്കാക്കര എൻ്റെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് എനിക്ക് അല്പം ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ പാർട്ടി ചിഹ്നം ചോദിച്ച് വാങ്ങുകയും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു തൃക്കാക്കരയിൽ നടന്നത്. പക്ഷെ അവിടെയും വിജയിച്ചില്ല. അതോടെയാണ് ഈ പാർലമെൻ്ററി ജീവിതത്തിന് ഒരു വിരാമം ഉണ്ടായത്. പൊതുരംഗത്ത് നിന്നുള്ളൊരു റിട്ടയർമെൻറ്റ് എനിക്ക് സാധ്യമായിരുന്നില്ല. കാരണം പലതരത്തിലുള്ള ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് കേരളമൊട്ടുക്ക് പരിപാടികളിൽ സംസാരിക്കുന്നതിനുള്ള ക്ഷണം എനിക്ക് കിട്ടും. അവിടെയൊക്കെ കഴിയുന്നതും പോവുകയും ചെയ്യും. അങ്ങനെ പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്നതിന്, അതിന് ഈ പാർലമെൻ്റ് അംഗം ആയിരുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടാണോ എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം എന്നെ പ്രശസ്തനാക്കിയ ഒരു പരിപാടി, ഒരു TV പരിപാടിയായിരുന്നു. കൈരളി എന്ന പേരിൽ ഒരു ന്യൂസ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിൻ്റെ ആദ്യകാലത്തെ തുടക്കത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു ഞാൻ അവതരിപ്പിച്ചത്, മാധ്യമ വിചാരം എന്ന പേരിൽ. മാധ്യമങ്ങളെ വിമർശിക്കുക, വിലയിരുത്തുക, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, അതൊക്കെയാണ് ആ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ കൈരളി TV അധികം സ്വകാര്യ ചാനലുമില്ല, പരിപാടികളുമില്ല. ഈ മാധ്യമ വിചാരം എന്ന പരിപാടി വളരെ ശ്രദ്ധേയമായി തീർന്നു. വീക്ക്ലി പ്രോഗ്രാമാണ്. ആ സമയത്ത് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഗൗരവത്തോടെ പലരും ആ പരിപാടി കേൾക്കുമായിരുന്നു എന്ന് പിന്നീട് അറിഞ്ഞിട്ടുണ്ട്. മനോരമയാണ് ഞാൻ കൂടുതലും വിമർശിക്കേണ്ടി വന്നിട്ടുള്ളത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം, അത് നമ്പർ 1 ന്യൂസ് പേപ്പർ ആയതുകൊണ്ട്. എല്ലാവരും വായിക്കുന്ന പത്രമാണല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത്. ആ പരിപാടിയുടെ ഒരു നല്ല കാലത്ത് ഞങ്ങളൊരിക്കലും ഈ മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ അന്നത്തെ കൊച്ചി മേയർ ദിനേശ് മണിയും പ്രസിദ്ധനായ നടൻ തിലകനും ഒക്കെ പങ്കെടുത്ത ഒരു യോഗത്തിൽ, കാവ്യ മാധവനും ഉണ്ട്, ഇവിടുത്തെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ തിലകൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗുരുസ്ഥാനീയനായി കാണുന്ന ഒരു വ്യക്തി ഈ വേദിയിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി. തിലകൻ ഗുരുസ്ഥാനീയനായി കാണേണ്ടതായ ആരെയും ആ കൂട്ടത്തിൽ കണ്ടില്ല. അപ്പോൾ തിലകൻ പറഞ്ഞു, വ്യക്തമാക്കി, അത് സെബാസ്റ്റ്യൻ പോളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മാധ്യമ വിചാരം പരിപാടി എല്ലാ ആഴ്ചയും ശ്രദ്ധയോടെ കണ്ടുകൊണ്ടാണ് ഞാൻ ഒരു തരത്തിലുള്ള ഒരു ശാക്തീകരണം എനിക്കുണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ശരിയാണെന്ന് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ എന്നോട് പിൽക്കാലത്ത് പറഞ്ഞിട്ടുമുണ്ട്.
മാധ്യമവിചാരം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ റിമോട്ട് തിലകൻ്റെ കയ്യിലായിരിക്കും. ഗൗരവത്തോടെ ആ പരിപാടിയെ കണ്ടവരുണ്ട്, അല്ലാതെ കണ്ടവരും കാണും. അക്കാലത്ത് ഒരിക്കൽ കുറേ ആരോ മനോരമ ചീഫ് എഡിറ്റർ KM മാത്യുവിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പത്രത്തിൻ്റെ പോരായ്മകൾ അറിയുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം ചോദിച്ചു. ചീഫ് എഡിറ്ററല്ലേ, പത്രത്തെക്കുറിച്ച് ശരി എല്ലാ കാര്യങ്ങളും അറിയേണ്ട ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം പകുതി തമാശയിലും പകുതി കാര്യത്തിലുമായിട്ട് പറഞ്ഞു, അതിന് സെബാസ്റ്റ്യൻ പോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മാധ്യമ വിചാരം പരിപാടി ഞാൻ എല്ലാ ആഴ്ചയും കാണുന്നുണ്ട്. മനോരമയെ ആണല്ലോ ആ പരിപാടിയിലെ പ്രധാനപ്പെട്ട വിഷയം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു ടെലിവിഷൻ പരിപാടിയിലൂടെ കേരളത്തിൻ്റെ മുഴുവൻ സുപരിചിതനാകുന്നതിനുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പാരമ്യത്തിലാണ് ഞാൻ ആദ്യം 1997 മത്സരിക്കുമ്പോൾ എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഒരു കാർ ആയിരുന്നു. പതിവ് രീതി അനുസരിച്ച് അവിടെ അനൗൺസ് ചെയ്യുന്നവർ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ചിഹ്നം എന്നൊക്കെ പറഞ്ഞപ്പോൾ കാറാണ് അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ അടയാളപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അനിയൻ, അദ്ദേഹം അനൗൺസ് ചെയ്യുന്ന ആളാണ്, പറഞ്ഞു ഇത് അംബാസഡർ കാർ, ടാക്സി കാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആളുകൾക്ക് മനസ്സിലായി. അങ്ങനെ ഈ കാർ ചിഹ്നത്തിൽ ഞാൻ ചില തെരഞ്ഞെടുപ്പുകൾ അവിടെ മത്സരിക്കുകയും ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ 2003 നടന്ന ഉപതെരഞ്ഞെടുപ്പ്, അത് ജോർജ് ഈഡൻ മരിച്ചതിനെ തുടർന്ന് ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ 1967 എറണാകുളത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച അമ്പാടി വിശ്വം എന്ന് സഖാക്കൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന വിശ്വനാഥ മേനോൻ സ്ഥാനാർത്ഥിയായി. അപ്പം അദ്ദേഹത്തിന് കിട്ടിയ ചിഹ്നം കാറാണ്. അപ്പോൾ എനിക്ക് ചിഹ്നം ഇല്ലാതെയായി. അപ്പോൾ പകരം ഒരു ചിഹ്നം വേണമല്ലോ. ആ പകരം ആയി ഞങ്ങൾ സ്വീകരിച്ച ചിഹ്നമാണ് ടെലിവിഷൻ. അന്ന് ചില പത്രങ്ങളൊക്കെ എഴുതുകയുണ്ടായി, ടെലിവിഷൻ എന്ന അടയാളത്തിൽ പ്രസിദ്ധനായി തീർന്നിരിക്കുന്ന സ്ഥാനാർത്ഥി ടെലിവിഷൻ തന്നെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി സ്വീകരിച്ചത് കൗതുകകരമായി എന്നൊക്കെ എഴുതുകയുമുണ്ടായി. അങ്ങനെയാണ് പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ എൻ്റെ ചിഹ്നം ടെലിവിഷൻ ആയി മാറിയത്. ചിഹ്നം ഏതായാലും നമ്മുടെ കലാകാരന്മാർക്ക് അത് ഭിത്തിയിൽ വരയ്ക്കുന്നതിന് ഒന്നും ഒരു പ്രയാസവുമില്ല. വോട്ടർമാർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവരിതെല്ലാം അവർക്കറിയാം, ആർക്ക് വോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ആ വോട്ട് അവർ രേഖപ്പെടുത്തിയിരിക്കും. ചില തെറ്റുകൾ അബദ്ധങ്ങളൊക്കെ ചിലയിടത്തൊക്കെ സംഭവിച്ചതായി കേട്ടിട്ടുമുണ്ട്. പക്ഷെ പൊതുവേ ഞാൻ അറിയപ്പെടുന്നത് ടെലിവിഷൻ ചിഹ്നത്തിൻ്റെ പേരിലാണ്. 2003 തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജോർജ് ഈഡൻ്റെ മരണം, അതിനെ തുടർന്ന് വന്ന ഉപതെരഞ്ഞെടുപ്പ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആലുവ മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ മത്സരിക്കുന്നു. MO ജോൺ ജയിക്കേണ്ടതാണ്, ജയിക്കുന്നതിന് ഒരു തടസ്സവും എൻ്റെ നോട്ടത്തിൽ അന്നുണ്ടായിരുന്നില്ല. പക്ഷേ K കരുണാകരൻ, അദ്ദേഹം പെട്ടെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരായി. അത് കോൺഗ്രസ്സിലെ ഒരു ആഭ്യന്തര കലാപം ആണത്. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം, ആരും പരസ്യമായി ഒന്നും പറയില്ല. കേരളം ഒട്ടുക്ക് നിന്ന് K കരുണാകരനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കൾ എറണാകുളത്ത് വന്ന് തമ്പടിച്ച് എനിക്ക് വേണ്ടി പ്രചാരവേല നടത്തി. ഞാൻ പോലും ഇതൊന്നും അറിയുന്നില്ല. അന്ന് മുഖ്യമന്ത്രി AK ആൻ്റണിയാണ്. AK ആൻ്റണി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ദിവസങ്ങളോളം താമസിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പ്രചാരവേല നടത്തി. ക്യാമ്പയിൻ്റെ അവസാനം മാധ്യമങ്ങളെ കണ്ട കരുണാകരനോട് ഒരു ചോദ്യം അവർ ചോദിക്കുകയുണ്ടായി, ആർക്കാണ് അങ്ങയുടെ വോട്ട്, പിന്തുണ? അദ്ദേഹം പറഞ്ഞത്
ഇങ്ങനെ കണ്ണ് ഒരു പ്രസിദ്ധമായ കണ്ണിറുക്കലുണ്ടല്ലോ, കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് അദ്ദേഹം ആ ടി വി ക്യാമറകളെ നോക്കി പറഞ്ഞു, നിങ്ങളൊക്കെ ടി വിയുടെ ആൾക്കാരല്ലേ. അത് ഒരു കൺഫർമേഷനായിരുന്നു കരുണാകരൻ്റെ ഫോളോവേഴ്സിന്. ടി വി വിജയിപ്പിക്കുക എന്ന ആഹ്വാനം കരുണാകരൻ നൽകിയതായി വ്യാഖ്യാനിക്കപ്പെട്ടു. ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലും എനിക്ക് കുറേ വോട്ടുകൾ അന്ന് കിട്ടുകയുണ്ടായി. അതൊരു സൗഭാഗ്യകാലമാണ്. എപ്പോഴും ഒന്നും അങ്ങനെ ഒരു കാലം ഒത്തുവരില്ല. പല രാഷ്ട്രീയ സംഭവ വികാസങ്ങളും വന്നു. അവയുടെയൊക്കെ ഒരു ആകത്തുക എന്ന നിലയിൽ കോൺഗ്രസ്സുകാർ തന്നെ എനിക്ക് വോട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അന്നാണ് ഒരു 400,000 വോട്ടിൻ്റെ 24,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഞാൻ ജയിച്ചത്. അത് വളരെ ഹ്രസ്വകാലത്തേക്കുള്ള ഒരു സഭയായിരുന്നു. ഞാൻ ജയിച്ച് ഡൽഹിയിലെത്തി 4 മാസം ആയപ്പോൾ വാജ്പേയിയുടെ കാലം അത് പിരിച്ചുവിട്ടു. പിന്നീട് വന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഭൂരിപക്ഷം അന്നുണ്ടായിരുന്ന ഈ 24,000-ൽ നിന്ന് 70,000 ആയി ഉയർന്നു. അപ്പോൾ ആരുടെ സഹായം കൊണ്ട്, ആരുടെ പിന്തുണ കൊണ്ട് വോട്ട് കിട്ടുന്നു, ജയിക്കുന്നു എന്നൊന്നും പറയാൻ കഴിയാത്ത രീതിയിൽ എല്ലാ പ്രവചനങ്ങൾക്കും അതീതമായി നിൽക്കുന്ന ഒന്നാണ് ഈ ജനവിധിയുടെ പ്രകാശനം എന്ന് പറയുന്നത്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഈ ജനവിധി എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരികയാണ്. നമ്മുടെ വോട്ടർമാർ ഏത് കാര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ സീഫോളജിസ്റ്റിന് പോലും ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ 2003 ഉപതെരഞ്ഞെടുപ്പിൽ എൻ്റെ ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്ത് പുറത്തേക്കിറങ്ങുമ്പോൾ അന്ന് ഏഷ്യാനെറ്റേ ഉള്ളൂ. അവർ ചോദിച്ചു എങ്ങനെയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ലത്തീനിലാണ് ഉത്തരം പറഞ്ഞത്. വോക്സ് പോപ്പുലി എന്ന പ്രസിദ്ധമായ ആ ഒരു വാചകം ആണ് ഞാൻ കോട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ ദൈവഹിതം ജനഹിതത്തിലൂടെ പ്രതിഫലിക്കുന്നു എന്നാണ്. ഞാൻ പറഞ്ഞു അത് തുടങ്ങിക്കഴിഞ്ഞല്ലോ, ഇനി അത് പൂർത്തിയാവട്ടെ. അപ്പുറത്ത് എൻ്റെ എതിർ സ്ഥാനാർത്ഥി MO ജോണിനോടും TV റിപ്പോർട്ടർ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബഹുഭൂരിപക്ഷത്തോടെ ഞാൻ ജയിക്കും എന്നാണ്. MO ജോണിൻ്റെ ശുഭാപ്തി വിശ്വാസത്തിന് അടിസ്ഥാനമുണ്ടായിരുന്നു, അതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ജയിച്ചത് ഞാനാണ്. ഞാനിത് പറയാൻ കാരണം, അതിനടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു കോൺവെൻറ്റിൽ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ കന്യാസ്ത്രീകൾ ആണ് ഈ സംഭവം, എൻ്റെ ഈ വോക്സ് പോപ്പുലി വോക്സ് ദെയ് എന്ന ലത്തീൻ പ്രയോഗം അവർ വോട്ട് ചെയ്യാനായി പുറത്തേക്കിറങ്ങുമ്പോഴാണ് TV-യിൽ കേട്ടത്. അവരുടെ വോട്ട് എനിക്ക് അനുകൂലമായി രേഖപ്പെടുത്തുന്നതിന് ആ ഒറ്റ പ്രതികരണം കാരണമായി എന്നാണ് ആ കന്യാസ്ത്രീകൾ പറഞ്ഞത്. അതാണ് അവസ്ഥ. ആ വോട്ട് രേഖപ്പെടുത്തുന്ന ആ നിമിഷം വരെ ആ വോട്ടിൻ്റെ ഗതി മാറ്റുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാം. അങ്ങനെയുള്ള പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയുമ്പോൾ അത് കേവലം ഒരു അക്കാഡമിക് ആയിട്ടുള്ള അഭിപ്രായ പ്രകടനം മാത്രമല്ല, അല്ലെങ്കിൽ അക്കാഡമിക്കായി സമ്പാദിച്ച അറിവിൻ്റെ മാത്രം അടിസ്ഥാനത്തിലുള്ള അഭിപ്രായ പ്രകടനമല്ല, മറിച്ച് അനുഭവത്തിലൂടെ ഒരു വോട്ടർ എങ്ങനെ ചിന്തിക്കുന്നു, പ്രതികരിക്കുന്നു എന്ന് നേരിട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പല രാഷ്ട്രീയ നിലപാടുകളും സാഹചര്യങ്ങളും വ്യക്തമാക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആദ്യമൊക്കെ അതിനൊരു കൗതുകമുണ്ട്, ഹരം എന്ന് തന്നെ പറയാം. കൗതുകമല്ല, ഒരു ഹരമുണ്ടാകും, ഉത്സാഹമുണ്ടാകും.
പക്ഷെ ഇത്രയും ഒരു രൂക്ഷമായ പീഡാസഹനകാലം വേറെ ഉണ്ടാവില്ല. മഴയായാലും വെയിലായാലും ആ തുറന്ന വാഹനത്തിൻ്റെ മുകളിൽ കയറി നിന്ന് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കത്തക്ക വിധം കൈവീശി അങ്ങനെ മുന്നോട്ട് പോകണം. യഥാസമയം ഭക്ഷണം കിട്ടില്ല, വിശ്രമം ഉണ്ടാവില്ല, തുടർച്ചയായ പ്രവർത്തനമാണ്. ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് പരിചയപ്പെട്ട ഒരു കഥാപാത്രം ലോനപ്പൻ എന്നാണ് പേര്. ഞാൻ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ജയിച്ച് MP ആയി. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് തൃശ്ശൂർ അമല ആശുപത്രിയിൽ കിടക്കുന്നു എന്നറിഞ്ഞ് കാണാൻ അവിടെ എത്തിയപ്പോൾ രാത്രിയായി, ഗേറ്റിൽ കടത്തിവിടുന്നില്ല. അപ്പോഴാണ് ഈ ലോനപ്പൻ അവിടെ സ്റ്റാഫാണ്, അയാൾ ഓടി വരുന്നു, എന്നെ അകത്തേക്ക് കടത്തുന്നു. അപ്പോൾ ലോനപ്പൻ പറഞ്ഞൊരു കാര്യം സാർ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, അന്ന് സാർ കൈവീശിയപ്പോൾ കോട്ടപ്പുറം ബസ്സിൻ്റെ പുറകിലത്തെ സീറ്റിലിരുന്ന് തിരിച്ച് കൈവീശിയ ആൾ ഞാനാണ്, ലോനപ്പനാണ്. ഞാൻ എല്ലാവരോടും കൈവീശുന്നുണ്ടല്ലോ. അപ്പോൾ ലോനപ്പൻ്റെ അഭിവാദ്യത്തിന് ഞാൻ പ്രത്യഭിവാദ്യം നൽകി എന്നാണ്. പിന്നെ ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളും ലോനപ്പൻ എനിക്ക് അകമ്പടിയായി നിന്ന് പൂർത്തീകരിച്ചു തന്നു. അപ്പോൾ ഇങ്ങനെ തൊടുക്കുമ്പോൾ ഒന്ന് അത് അങ്ങനെ പോകുമ്പോൾ ചിതറി 100 1000 ആയി മാറുന്നു എന്ന് പറയുന്ന പോലെയുള്ള അഭിവാദ്യമാണ് സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകുന്നത്. ഒന്ന് ചിരിച്ചാൽ എല്ലാവർക്കും തോന്നണം അവരെ നോക്കിയാണ് ചിരിച്ചത് എന്നുള്ളത്. ഇതെല്ലാം പറയുമ്പോഴും നമുക്ക് വലിയ സന്തോഷമുണ്ട്, നമുക്ക് വലിയ ആവേശമുണ്ട്, പ്രതീക്ഷയുണ്ട്. എല്ലാം ഉള്ളപ്പോഴും ആ കാലം ഒന്ന് അവസാനിപ്പിച്ചെടുക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ പ്രചരണ വാഹനം ഫോർട്ട് കൊച്ചിയിലൂടെ പോകുമ്പോൾ, അത് 2003 ഉപതെരഞ്ഞെടുപ്പാണ്, ഫോർട്ട് കൊച്ചിയിലൂടെ പോകുമ്പോൾ അന്ന് ഈ മാറാടിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമുണ്ട്. ആ ഫോർട്ട് കൊച്ചിയിലെ കൽവത്തി മുതൽ അങ്ങോട്ടുള്ള പ്രദേശത്ത് അത് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ എൻ്റെ വണ്ടി എത്തുമ്പോൾ ഏതാണ്ട് രാത്രിയായി. ആ പ്രദേശത്തെ മുഴുവൻ മുസ്ലിം സ്ത്രീകൾ പ്രായവ്യത്യാസമില്ലാതെ ആ തെരുവിൽ അണിനിരന്നിരിക്കുകയാണ്. അവരിൽ പലരും ഓടി വന്ന് മാല ഒക്കെ ഇടുന്നുണ്ട്, പടക്കം പൊട്ടുന്നുണ്ട്. എനിക്ക് ആകെ ഒരു അസഹനീയമായ അവസ്ഥയായി. പടക്കം ഇങ്ങനെ ചെവിയുടെ അടുത്ത് കൊണ്ട് പൊട്ടിക്കുന്നു, ആരവം, മുദ്രാവാക്യം വിളി, ഒരുതരം പ്ലാസ്റ്റിക് വർണ്ണക്കടലാസുകൾ ഇങ്ങനെ അതിൻ്റെ കഷ്ണങ്ങൾ ചിതറി ദേഹവാസകലം വന്ന് വീഴുന്നു. അതിനൊന്നൊരു പശയുണ്ട്, നമ്മുടെ വിയർപ്പുമായി ചേർന്ന് കഴിയുമ്പോൾ ആകെ ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ എൻ്റെ അസ്വസ്ഥത മനസ്സിലാക്കിയത് ആ വണ്ടിയിൽ താഴെ ഇരിക്കുന്ന P. ശശി ആണ്, CPM നേതാവ്, കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾ. ശശി എന്നോട് പറഞ്ഞു, സഖാവേ നമ്മൾ ജയിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഒരു വിഷമവും കാണിക്കരുത്. കാരണം ആ തെരുവിലെ ആൾക്കൂട്ടം, അവരുടെ മുഖത്ത് നോക്കുമ്പോൾ കാണുന്ന അവരുടെ ആവേശം, അപ്പോൾ എൻ്റെ അസ്വസ്ഥത കണ്ടിട്ടാണ് ഞാൻ ഇൻഡിഫറൻ്റായി പെരുമാറുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ശശി ആ ഉപദേശം നൽകിയത്. അത് കൃത്യമായിരുന്നു. അത് ഞാൻ ജയിക്കുകയും ചെയ്തു ആ തെരഞ്ഞെടുപ്പിൽ. ശശിയെപ്പോലെയൊക്കെയുള്ള ഈ ജനങ്ങളുടെ മൂഡ് അവരുടെ മുഖത്ത് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന നേതാക്കന്മാർ പാർട്ടിക്കുണ്ട്. അവർക്ക് സർവേ, എക്സിറ്റ് പോൾ ഒന്നിൻ്റെ ആവശ്യമില്ല. അവർ പറയുന്നത് ശരിയായിരിക്കും. അങ്ങനൊരു അനുഭവം എനിക്കുണ്ടായിട്ടുള്ളത് എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലാണ്, 1997. അന്ന് പോളിംഗ് കഴിഞ്ഞ് എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ലെനിൻ സെൻറ്ററിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി AP വർക്കി, അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല, അദ്ദേഹം ഇങ്ങനെ ലാൻഡ് ഫോണിൽ 7 ഏരിയ സെക്രട്ടറിമാരെയും വിളിച്ച് 5 മിനിറ്റ് വീതം സംസാരിച്ചു. അത് കഴിഞ്ഞ് മൗനമായി എന്തോ ആലോചിച്ചു, മനസ്സിൽ കണക്ക് കൂട്ടി.
തുടർന്ന് എന്നോട് പറഞ്ഞു, നമ്മൾ ജയിക്കും, ഒരു 10,000 വോട്ടിൽ താഴെ ഭൂരിപക്ഷം. അത് തന്നെ സംഭവിച്ചു. അപ്പോൾ AP വർക്കി ആയാലും P ശശി ആയാലും അവരൊക്കെ കാണുന്നത് അവരുടെ ആ കണക്ക് കൂട്ടലിൽ, വിശകലനത്തിൽ അതിൽ കൃത്രിമമായി ഒന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ എന്തുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ മൂഡ് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ആവശ്യമുണ്ട്. ആ ഉത്തരം കിട്ടിയാൽ പല പരാജയങ്ങളും ഒഴിവാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് അക്കാലത്ത്, കാരണം എൻ്റെ ഓരോ തെരഞ്ഞെടുപ്പ് വിജയവും അവിശ്വസനീയമായ ഒന്നാണ്. പാർട്ടിക്ക് സാധാരണഗതിയിൽ നേടാൻ കഴിയാത്ത വിജയമാണ് ഞാൻ പാർട്ടിക്ക് നേടിക്കൊടുത്തിട്ടുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ ചില പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ പാർട്ടി അന്വേഷണ കമ്മീഷനെ വയ്ക്കാറുണ്ട്. ഈ അന്വേഷണ കമ്മീഷൻ എന്താണ് കണ്ടെത്തുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, പരാജയപ്പെടുമ്പോൾ മാത്രമല്ല, ചില വിജയങ്ങളെക്കുറിച്ച് കൂടി അതിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നതിന് അന്വേഷണ കമ്മീഷനെ വയ്ക്കേണ്ടതാണ്. കാരണം പരാജയത്തിൻ്റെ കാരണം മാത്രമല്ല, വിജയത്തിൻ്റെ കാരണവും ചിലപ്പോൾ അറിയേണ്ടി വരും. ആ അറിവ് കൂടി ചേരുമ്പോഴാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നമ്മൾ നടത്തുമ്പോൾ അതിന് പൂർണ്ണത ഉണ്ടാകുന്നത്. അങ്ങനെ പൊതുവെ അറിയാത്ത ഒരു വശം എനിക്കുണ്ടായിരുന്നത്, ഈ ഫോർട്ട് കൊച്ചിയിലെ കള്ളക്കടത്തും കടൽ കൊള്ളക്കാരും അവർക്കൊക്കെ പോകുന്നതിനെ ഞാൻ മറ്റൊരു വഴി കൂടി എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നിരുന്നു. അത് വൈദികൻ ആകുക എന്നുള്ളതാണ്.